അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അഞ്ഞൂറിന്റെ ഘടകങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടോ? 500ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പ്രോബ്ലം ആണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. ഘടകങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാൻ പറ്റില്ല, ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 500നെ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ മതി. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്ര വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം? എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാം? അത് നമ്മൾ പ്രൈം നമ്പർ ഫസ്റ്റ് പ്രൈം നമ്പർ 2 വെച്ച് ചെയ്യുവാണ്. 500നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 250. 250നെ അഗൈൻ നമുക്ക് 2 വെച്ച് ചെയ്യാം. എത്ര കിട്ടും? അപ്പം 125 അല്ലെ? 125നെ പിന്നെ എത്ര വെച്ച് ചെയ്യാം നമുക്ക്? 125നെ പിന്നെ അഗൈൻ നമുക്ക് 5 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. 5 വെച്ച് ചെയ്താൽ മതി. 5 വെച്ച് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 25 കിട്ടും. 25 അഗൈൻ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 തന്നെ കിട്ടും. ഇത്രയും കൊണ്ട് വേണം നമുക്ക് നിർത്താം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം. 5 കൊണ്ട് അഗൈൻ ചെയ്ത് 1 എന്നുള്ള സംഖ്യ നമുക്ക് നിർത്താം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അഭാജ്യ സംഖ്യകൾ വെച്ച് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 500നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. 2 വെച്ചില്ലെങ്കിൽ 3 വെച്ച് ചെയ്യണം. 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, 5 വെച്ച് ചെയ്യണം. 5 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, 7 ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്, ആ ഒരു ക്രമത്തിലാണ് പോകുന്നത്. ഈ കേസിൽ നമുക്ക് 500നെ ആദ്യം 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ കിട്ടും 250 കിട്ടും. 250നെ അഗൈൻ 2 വെച്ച് ചെയ്യുമ്പോൾ 125 കിട്ടും. 125നെ നമുക്ക് 5 വെച്ചാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. 25നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 25നെ നമ്മൾ അഗൈൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. 25നെ നമ്മൾ അഗൈൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 തന്നെ കിട്ടും. പിന്നെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഏറ്റവും അവസാനം 1 എന്നുള്ള രീതിയിലാക്കുന്ന ആളുകൾ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 500 എന്നുള്ള നമ്പറിന്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 5 into 5. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2 എത്രണ്ണം ഉണ്ട്? 2 raised to 2. രണ്ട് രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് 2 raised to 2 നമ്മൾ എഴുതി. ഇൻറ്റു 5 എത്രണ്ണം ഉണ്ട്? 5 എത്രണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 5 raised to 3 അല്ലെങ്കിൽ 5 ക്യൂബ് എന്ന് എഴുതി. അപ്പൊ 500 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എങ്ങനെ എഴുതി? 2 square into 5 ക്യൂബ്, അല്ലെങ്കിൽ 2 raised to 2 into 5 raised to 3. നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു 2ന്റെ പവർ, ഇതാണ് 3ന്റെ പവർ, 5ന്റെ പവർ. 2ന്റെ പവർ ഇവിടെ എത്രയാണ്? 2 തന്നെയാണ്. 5ന്റെ പവർ ഇവിടെ എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ പവറിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പവറിനോട് എന്ത് ചെയ്യണം? ഒന്നും കൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 + 1 = 3 ഇൻറ്റു ഈ 3 + 1. 3 + 1 എത്രയാണ്? 4. അപ്പൊ 3 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 12 ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 500 എന്ന് പറയുന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? അല്ലെങ്കിൽ 500 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 12 ഘടകങ്ങൾ. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടേഴ്സിന്റെ ആ ഒരു സിംപ്ലിഫിക്കേഷൻ രൂപത്തിൽ എഴുതണം. അതായത് 2 raised to 2 into 5 ക്യൂബ്. ഇനി ചെയ്യേണ്ടത് ഫാക്ടേഴ്സിന്റെ പവറിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് ഗുണിക്കുക. ഇവിടെ 2 എന്ന് പറയുന്ന പവറിനോട് ഒന്നുകൂടെ കൂടി 3 ആയി. 3 എന്ന് പറയുന്ന പവറിനോട് ഒന്നുകൂടെ കൂടി 4 ആയി. 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് ഉത്തരം കിട്ടും. 500ന്റെ ഘടകങ്ങൾ എത്രയാണ്? 12 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെയും ചെയ്ത് പെട്ടെന്ന് ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്ത പെട്ടെന്ന് 28 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. 28 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം പെട്ടെന്ന് ചെയ്തേ. ഇതുപോലെ തന്നെ പ്രൈം ഫാക്ടറേഷൻ ചെയ്ത് അങ്ങ് പോവുക. ഉത്തരം എന്നിട്ട് കമന്റ് ചെയ്യണേ. എല്ലാവരും ചെയ്ത് നോക്കണേ. എന്ത് പണിയാണെങ്കിലും ചെയ്ത് നോക്കിയോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. 22 എത്ര കിട്ടും? 14 കിട്ടും. 14ലെ അഗൈൻ നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. ബാക്കി ചെയ്തേ. ഉത്തരം പറഞ്ഞേ. ഓക്കെ വെരി ഗുഡ്. ഒന്നുകൂടെ നോക്കണേ. ഓക്കെ വെരി ഗുഡ്. ഒന്നുകൂടെ നോക്കിയേ. ഓക്കെ നമുക്ക് ഇത്ര എഴുതാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വേണമെങ്കിൽ 7 പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ഒന്നും കൂടെ എഴുതി ഇങ്ങനെ എഴുതാം. 28 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെയല്ലേ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
ഉറപ്പല്ലേ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2 ഇൻറ്റു ദിവ്യ മാത്രം ഉത്തരം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് അവരുടെ ഉത്തരം എഴുതിയേക്ക്. 2 ഇൻറ്റു 7. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 7 28 നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ എഴുതുമ്പോൾ 2 റൈസ് ടു 2 അല്ലെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു 7 റൈസ് ടു 1 ആണ്. 7 എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഉള്ളൂ, ഒരു നമ്പർ ഉള്ളെങ്കിൽ നമ്മൾ റൈസ് ടു 1 എന്ന് ഇടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞാൽ ഇതിന്റെ കൂടെ പവറിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. പവറിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. അത് മറന്നു പോകരുത്. പവറിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3 ഇൻറ്റു ഈ 1ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1 + 1 ഒന്നുകൂടെ ചെയ്യുമ്പോൾ എത്രയാണ്? 2. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ് ഉത്തരം. മാറിപ്പോയല്ലോ. ദിവ്യാഞ്ജന ഒന്നുകൂടെ നോക്കിയേ. 28 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എവിടെയാണ് എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. 28 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. 14 അഗൈൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 7 ഒരു പ്രൈം നമ്പർ, നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഒരു 7 കൂടെ ഇട്ടിട്ട് 1 എന്ന് പറയുന്ന രീതി അവസാനിപ്പിക്കും. എന്നിട്ട് എഴുതുമ്പോൾ 2 ഇൻറ്റു 7 അതായത് 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 7 28 നമുക്ക് ആൻസർ കിട്ടും. 2 ഇൻറ്റു 2 ഇൻറ്റു 7 2 raised to 2 into 7 raised to 1 2 raised to 2 into 7 raised to 1. അതിനുശേഷം ഇത്രയും കിട്ടി നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പവർ എന്ന് പറയുമ്പോൾ ഈ മോളിൽ വരുന്ന റേസ് ടു 2 ആണ്. ഈ 2 ആണ് ഇതിന്റെ പവർ, ഈ 1 ആണ് ഇതിന്റെ പവർ. ഈ 2ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3, 1ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 2. 3 into 2 is equal to ഉത്തരം എത്ര കിട്ടും? 6. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതെല്ലാവരും സംശയം ഉണ്ടോ? ഒന്നും കൂടെ നോക്കണം. സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ കാണുകയും ചെയ്യണം. ഒന്നും കാണണം, അല്ലെ ഒന്നുകൂടെ നമ്മൾ എഴുതി നോക്കണം. ഈ കാര്യങ്ങളെല്ലാം നോട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മൾട്ടിപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ മൈനസ് ചെയ്യുന്നതിന്റെ കുറച്ച് റൂൾസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. ചെറിയ റൂൾസ് അറിയാവോ? ഉദാഹരണം പറയുവാണെങ്കിൽ -5 + 13 ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാവോ? അറിയത്തില്ലെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അറിയാമെന്ന് പറഞ്ഞോ. സിമ്പിൾ കാൽക്കുലേഷൻ അറിയാവോ? നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞോ. 5 + 5 എത്രയാണ്? 5 + 5 അറിയാം. 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 - 5 + 5 എത്രയാണ്? -5 + 5 -5 + 5 -5 + 5 0 ആണ്. വെരി ഗുഡ്. 0 ആണ് ഉത്തരം. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാവേ. ഒന്നുകൂടെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 5 + -5 എത്രയാണ്? 5 + -5 5 + -5 0 ആണ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ -12 + 7 -12 + 7 -5 വെരി ഗുഡ്. ഓക്കെ അല്ലേ? -5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7 - 12 7 - 12 7 - 12 ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ നമ്മൾ കുറയ്ക്കുന്നത്. 7 - 12 7 ൽ നിന്ന് 12 പോയ എത്രയാണ്? -5 തന്നെയാണ് അവിടെ. മാറ്റമില്ല. അങ്ങനെയാണ് റൂള് പറയാം. റൂൾ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമുക്കറിയാവുന്ന പോലെ വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുന്നത് നമുക്കറിയാം. വെറുതെ കുറച്ച് എഴുതിയാൽ മതി. വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം. ഉദാഹരണം പറയുവാണെങ്കിൽ 15 - 5 എത്രയാണ്? 10 ആണല്ലോ. 15 - 5 എന്ന് പറയുന്നത് 10 ആണ്. അതേസമയം 5 - 15 എത്രയാണ് ഉത്തരം? 5 - 15 പെട്ടെന്ന് പറഞ്ഞേ. 5 - 15 -10 5 - 15 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ റൂൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫോർമുല ആയിട്ട് അല്ലെങ്കിൽ റൂൾ ആയിട്ട് ഓർത്ത് എളുപ്പത്തിന് പറയുകയാണെങ്കിൽ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ടാൽ മതി. സൈൻ ഇടുമ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയിട്ട് വലുതിന്റെ സൈൻ ഇടണം. ബിഗർ നമ്പറിന്റെ
സൈൻ ഇടുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ഫൈവിന്റെ സൈൻ ഏതാ അറിയാമോ? ഈ ഫൈവിന്റെ സൈൻ, ഈ 5 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ 5 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആദ്യത്തെ 5 ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഈ 5 എന്ന് പറഞ്ഞ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ 5 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. ഈ 5 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒന്ന് പറഞ്ഞ എല്ലാവരും പോസിറ്റീവ്, വെരി ഗുഡ്. അപ്പം ഒരു സംഖ്യ വെറുതെ എഴുതുവാണെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് തൊട്ടിടതുവശത്ത് കിടക്കുന്നതായിരിക്കും അതിന്റെ സൈൻ. അപ്പൊ ഇവിടെ നിലവിൽ 5ന്റെ കൂടെ അതിന്റെ സൈൻസ് ഒന്നുമില്ലെങ്കിൽ, ഒരു സൈനും ഇല്ലെങ്കിൽ, അതിന്റെ അർത്ഥം ഇത് പോസിറ്റീവ് 5 ആണ്. ഇതിന്റെ അർത്ഥം പോസിറ്റീവ് 5 ആണ്. മനസ്സിലായോ? 5 എന്ന് പറയുന്ന സംഖ്യ വെറുതെ എഴുതുവാണെങ്കിൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് 5 ആണ്. അല്ലെങ്കിൽ അതിനെ കറക്റ്റ് വ്യക്തമായിട്ട് -5 എന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ -5 എന്ന് പറയും. ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഇതിലൊന്നല്ലേ ആവുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ -5 -7 -5 ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇവിടെ നടക്കുന്ന ക്രിയ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഒന്നുകൂടെ പറയാം. -5 -7 -5 കുട്ടികളാണ് ഉത്തരം പറയുന്നത്. -5 -7 എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ക്രിയ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ മൈനസ്. ഇവിടെ നടക്കുന്ന നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ രണ്ട് സംഖ്യകളുണ്ട്. 5 എന്ന് പറയുന്ന സംഖ്യയുടെ സിമ്പൽ ഏതാണ്? 5 എന്ന് പറയുന്ന സംഖ്യയുടെ സിമ്പൽ ഏതാണ്? 5 എന്ന് പറയുന്ന സംഖ്യയുടെ സിമ്പൽ ഏതാണ്? നെഗറ്റീവ് ആണ്. 7 എന്ന് പറയുന്ന സംഖ്യയുടെ സൈൻ ഏതാണ്? പോസിറ്റീവ് ആണ്. 7 എന്ന് പറയുന്ന സംഖ്യയുടെ പോസിറ്റീവ് ആണ്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ആണ് നെഗറ്റീവ്. അത് മറന്നു പോകില്ല. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ആ ഒരു ക്രിയയാണ് നെഗറ്റീവ്, കുറയ്ക്കുക എന്നുള്ളത്. ഇവിടെ 5 എന്ന് പറയുന്നതിന്റെ സിമ്പലും നെഗറ്റീവും 7 എന്ന് പറയുന്നതിന്റെ സിമ്പലും പോസിറ്റീവും ആണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ഒരു കേസ് സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും. പോസിറ്റീവ് നമ്പർ ഇൻറ്റു പോസിറ്റീവ് നമ്പർ എത്രയെന്ന് അറിയാമോ? ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് സംഖ്യയും വേറൊരു പോസിറ്റീവ് സംഖ്യയും ഗുണിച്ചാൽ കിട്ടുന്നത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഉദാഹരണം 5 × 3 എത്ര കിട്ടും? പോസിറ്റീവ് 15. അവിടെ പോസിറ്റീവ് 15 പറയേണ്ട ആവശ്യമില്ല, അവിടെ 15 തന്നെയാണ്. അതേസമയം ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടെ ഗുണിച്ചാൽ അതിന്റെ സിമ്പിൾ എപ്പോഴും സൈൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 × -3 ആൻസർ എത്രയായിരിക്കും? വെറുതെ നിങ്ങളൊന്ന് ഗുണിച്ചെഴുതുക, സിമ്പിൾ നെഗറ്റീവ് ഇടുക, നെഗറ്റീവ് 15. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. പോസിറ്റീവും ഗുണിച്ചാൽ എപ്പോഴും പോസിറ്റീവ് തന്നെ കിട്ടുള്ളൂ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് നമ്പറുടെ ഗുണിച്ചാൽ സൈന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സിമ്പിളിന്റെ കാര്യമാണ് പറയുന്നത്. സൈന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻസർ 5 × 3 ആണ് എപ്പോഴും. 5 × 3 ആണ് എപ്പോഴും ആൻസർ വരുന്നത്. പക്ഷേ സിമ്പിൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 × -3 എന്ന് പറഞ്ഞാൽ 15 ആണ് ഉത്തരം. പക്ഷേ അതിന്റെ സൈൻ നെഗറ്റീവ് ആണ്. അടുത്തൊരു കാര്യം, മൂന്നാമത്തെ കാര്യം പറയാൻ പോകുന്നത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ആണ്. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. മറന്നു പോകില്ല. പോസിറ്റീവും നെഗറ്റീവും കൂടെ മിക്സഡ് ആയി വന്നാൽ അതിന്റെ ആൻസർ നെഗറ്റീവ് തന്നെയായിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ അതേ ഉദാഹരണം -5 × 3 ചെയ്യുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടുന്നത് 15 തന്നെയായിരിക്കും. പക്ഷേ അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ അതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് കേസ് പറയുവാണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു വേറെ നെഗറ്റീവ് നമ്പർ. ഉത്തരം എത്ര കിട്ടും? ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു വേറെ നെഗറ്റീവ് നമ്പർ. ഉത്തരം എത്രയായിരിക്കും? എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ -5 × -3 ആൻസർ 15 തന്നെയായിരിക്കും. സിമ്പിളും പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. എഴുതുമ്പോ ഇങ്ങനെ നമ്മൾ പറയുള്ളൂ, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. അതിനിടയ്ക്ക് നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്തതിന്റെ അവിടെ സിമ്പിൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഇങ്ങനെ പറഞ്ഞ കേസില്ല സംശയമുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് ഇപ്പൊ പറഞ്ഞത്.
പോലത്തെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈ സെയിം റൂളാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈ സെയിം റൂളാണ്. കൂട്ടാനും കുറയ്ക്കാനും ഒരു റൂള്, ഗുണിക്കാനും ഹരിക്കാനും വേറെ റൂൾ. ഇത് രണ്ട് റൂൾ ആകപ്പാടെ. ഇതൊക്കെ അല്ലേ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും ഇതേ സെയിം സംഭവമാണ്. ഗുണിക്കുന്ന കേസിലും ഹരിക്കുന്ന കേസിലും ഓക്കെ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഇനി ഇവിടെ പറഞ്ഞ കാര്യം പറയാം. ഒരു -2 പ്ലസ് -3. -2 പ്ലസ് -3. ആൻസർ അറിയാവുന്ന ടൈപ്പ് ചെയ്താവോ? ആൻസർ അറിയാവുന്ന ടൈപ്പ് ചെയ്താവോ? -2 പ്ലസ് -3. പ്ലസ് ആണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ കൂട്ടുകയാണ്. പക്ഷെ രണ്ട് നെഗറ്റീവ്. ഉത്തരമാണ്. ഉത്തരം പറഞ്ഞാൽ ഇത് പ്ലസ് ആണ്. പ്ലസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ അല്ല, പ്ലസ് ആണ്. ഞാൻ പറഞ്ഞ -2 × -3 അല്ല, -2 പ്ലസ് -3 ആണ്. ദിശ ഒന്നും കൂടെ ആൻസർ നോക്കാവോ? ഒന്നുകൂടെ ആൻസർ നോക്കാവോ? ഓക്കെ, വെരി ഗുഡ്. രാഹുൽ ഓക്കെ. അപ്പൊ ഇവിടെ നടക്കുന്ന വെരി ഗുഡ്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാൻ നേരത്തെ രണ്ട് രീതി ഞാൻ പറയാം. ഒന്ന് ഫോർമുലയുടെ കേസിലും പറയാം, രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാനാണ് വരുന്നതെങ്കിൽ കൂട്ടിയിട്ട് നെഗറ്റീവിന്റെ സിമ്പിൾ ഇട്ടാൽ മതി. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ഒന്നുകൂടെ എഴുതിയെടുത്തോണം. ഈ ഷോർട്ട് ഫോം എഴുതിയെടുത്തോണം. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടാനാണെങ്കിൽ കൂട്ടിയിട്ട് വലുതിന്റെ സൈൻ. ഇവിടെ വലുത് രണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. കൂട്ടിയിട്ട് വലുതിന്റെ സൈൻ. ഇവിടെ വലുത് 3 ആണ്. 3ന്റെ സൈൻ -3 ആണ്. അവിടെ നോക്കേണ്ട ആവശ്യമില്ല. കൂട്ടിയിട്ട് നെഗറ്റീവിന്റെ സൈൻ. അങ്ങനെ ഓർത്താൽ മതി. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് കൂട്ടിയിട്ട് വലുതിന്റെ സൈൻ ഓർത്താലും കുഴപ്പമില്ല. കൂട്ടിയിട്ട് വലുതിന്റെ സൈൻ. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കൂട്ടിയിട്ട് രണ്ട് സംഖ്യകളുടെ കൂട്ടണം, എന്നിട്ട് നെഗറ്റീവിന്റെ സിമ്പിൾ ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ -7 പ്ലസ് -10 എത്രയായിരിക്കും എന്ന് പറഞ്ഞ ആൻസർ? -7 പ്ലസ് -10 ടൈപ്പ് 1 ആണ്. -17. വെരി ഗുഡ്. ഇത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 2 ഞാൻ ഇപ്പൊ തന്നെ പറയാം. ടൈപ്പ് 1 ആണ്. ഓക്കെ അല്ലേ? -19 പ്ലസ് -81 എത്രയാണ്? കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം. പറഞ്ഞേ. കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം. കൂട്ടുക വലുതിന്റെ ചിഹ്നം ഇടുക. സിമ്പിൾ ആണ്. പറഞ്ഞേ. -100 അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. -2 പ്ലസ് -3. ഞാൻ കുറച്ച് മുന്നേ ഒരു റൂള് പറഞ്ഞായിരുന്നു. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വരുമ്പോ നമ്മുടെ ഉത്തരം എത്രയാണ്? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ വന്നേക്കുന്നുണ്ടോ? നടുക്കത്തെ മിഡിലിലെ കാര്യം പറഞ്ഞത്. മിഡിലിലെ കേസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മിഡിലിലെ കേസ് രണ്ട് സംഖ്യയുടെ മിഡിലിൽ ഇങ്ങനെ വന്നാലത്തെ കാര്യം പറയുന്നത്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ കൂട്ടി എപ്പോഴും എങ്ങനെ സംഭവിക്കുള്ളൂ? അവിടെ ഒരു പോസിറ്റീവിന്റെ അടുത്തോടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ചെറിയൊരു സിമ്പിളിന്റെ അവിടെ നടക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പറഞ്ഞു എല്ലാവരും. നെഗറ്റീവ് തന്നെ. -2 -3 ഇങ്ങനെ പറഞ്ഞാലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞ ഈ കേസ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ടൈപ്പ് 2 ആണ്. രണ്ടാമത്തെ കേസ് ആണ്. ഒരു -2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം -2 -3. രണ്ടും നെഗറ്റീവ് ഇങ്ങനെ വന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ റൂള് കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ എന്താണ്? -5. ഓക്കെ അല്ലേ? -5. ഓക്കെ അല്ലേ? വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വേറൊരു കേസ് 9 മൈനസ് 18. 9 മൈനസ് 18. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ്. ഇവിടെ വലുതെന്ന് പറയുന്നത് 18 ആണ്. കുറയ്ക്കുന്നത് എന്താണ്? 9 ആണ്. ചെറുത് കുറച്ചു. വലുതിന്റെ സിമ്പിൾ 18 മൈനസ് തന്നെയാണ്. അപ്പൊ -18 ഉത്തരം വരും. ഇവിടെ ഓപ്പറേഷൻ നെഗറ്റീവ് ആണ്. എന്നാൽ പോലും നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അടുത്ത കേസ് ഇമ്പോർട്ടന്റ് കേസ് ആണ്. -9 -9.
ഇങ്ങനെ വരുന്ന കേസ് നമ്മൾ പറഞ്ഞു ഒരു നെഗറ്റീവും വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവും വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? -9 + 9 -9 + 9 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം എത്ര കിട്ടും? 0. എത്ര കിട്ടും? 0. കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 9 കുറയ്ക്കുമ്പോൾ എത്രയാ? 0 അല്ലേ? പിന്നീട് സിമ്പിൾ ഇടേണ്ട ആവശ്യമില്ല. 0-ന് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. ഓക്കെ അല്ലേ? 0-ന് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. ഓക്കെ അല്ല? അങ്ങനെയാണ് വേറെ നമ്പർ +9 -2. ഉത്തരം പറയാവോ? +9 -2. അല്ല, നെഗറ്റീവ് എന്താവും? മിഡിലെ പോസിറ്റീവ് ആവും. അപ്പൊ 9 + 2 = 11 ആൻസർ വരും. പോസിറ്റീവ് 11 ആൻസർ വരും. ടൈപ്പ് ചെയ്തോയെ നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്തോയെ. ഓക്കെ അല്ലേ? ടൈപ്പ് ചെയ്തിരിക്കൽ ആലോചിക്കണേ. ഇത് ഇമ്പോർട്ടന്റ് കേസസ് ആണ്. അങ്ങനെ കുറച്ച് സംഖ്യകൾ ഞാൻ ഇടാൻ നിങ്ങൾ ഉത്തരം പറയണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്പർ അനുസരിച്ച് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. 99 ഒരു കേസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു കേസ് കൂടെ പറയാനുണ്ട്. ഒരു കേസ് ഇങ്ങനെയാണ്: 9 +-3 ക്ഷമിക്കണം, ഒന്നുകൂടെ പറയാം. -9 + -3 എന്താ ചെയ്യേണ്ടത്? രണ്ടും നെഗറ്റീവ് ഒന്നാ ചെയ്യേണ്ടത്. രണ്ടും നെഗറ്റീവ് കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞത് രണ്ടും നെഗറ്റീവ് കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? കൂട്ടിയിട്ട് വലിയ ചിഹ്നം അല്ലേ? വലിയ ചിഹ്നമാണെങ്കിലും കുഴപ്പമില്ല, അതേ ചിഹ്നമാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു കേസ് കൂടെ പറയാനുണ്ട്. ഒരു കേസ് കൂടെ പറയാം. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സംശയം വരുമ്പോൾ നമുക്ക് നോക്കാം. രണ്ടാണ്. നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്തോ? ഞാൻ ചെയ്യുന്ന കൂടെ തന്നെ ചെയ്ത് പോക്കോ. നമ്പർ അനുസരിച്ച് ചെയ്ത് പോക്കോ. പെട്ടെന്ന് ചെയ്ത് പോക്കോ. 5 ക്വസ്റ്റ്യനുള്ളൂ. എല്ലാവരും ചെയ്തിട്ടോ? ആൻസർ ചെയ്തിട്ടോ? പേപ്പർ ചെയ്തോ? ഒരു സിമ്പിൾ അരിത്മെറ്റിക്. പക്ഷെ നമുക്ക് PSC കഴിഞ്ഞ ദിവസം 10th ലെവലിൽ ചോദിച്ചില്ല. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരു ദിവസം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ കൺഫ്യൂസിംഗ് ആയിരുന്നു. ഓക്കെ, ജിഷാജ് ഗ്രേസ്. ഓക്കെ, കൊള്ളാം. ബാക്കിയുള്ളവരോട്ടെ. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവരാ? അഞ്ജന, രാഹുൽ. മറ്റേ ആളുടെ പേരെങ്ങനെയായിരുന്നു? കാണത്തില്ല. ക്ലാസ് റെക്കോർഡിംഗ് ആണ്. കുഴപ്പമില്ല, റെക്കോർഡിംഗ് ചെയ്തിട്ടോയെ. ഓക്കെ, 99 + -2 പ്ലസും നെഗറ്റീവ് കൂടെ വരുമ്പോൾ നമ്മൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ പ്ലസും നെഗറ്റീവും കൂടെ വരുമ്പോൾ ഇപ്പൊ ടൈപ്പ് ചെയ്യാളുടെ പേരെങ്ങനെയാ? മുബാസിറ എന്നാണോ? മുബാസിറ. ഓക്കെ, 99 പ്ലസും മൈനസും വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്ലസും മൈനസും വരുമ്പോൾ സംഭവിക്കുന്നത് നെഗറ്റീവ് തന്നെയാണ്. ഇവിടെ പോസിറ്റീവ് തന്നെയാണ് സിമ്പിൾ. അവിടെ ഒന്നും ഇട്ടില്ല, അതിന്റെ അർത്ഥം പോസിറ്റീവ് ആണ്. അപ്പൊ 99 - 2 അതിന്റെ മീനിങ് 97 ആണ്. എല്ലാവരുടെ ഉത്തരം ശരിയാണ്. ആരും തെറ്റിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -9 - -3 മൈനസും എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞ മൈനസും പ്ലസ് ആവും. -9 + 3. -9 + 3 എന്ന് പറയുമ്പോൾ കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ കുറയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 9 - 3 6 ആണ്. വലുത് ഇവിടെ 9 ആണ്. 9ന്റെ സിമ്പിൾ -6. ഓക്കെ അല്ലേ? ഇവിടെ അതേ സെയിം നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആണ്. 9 + 3 = 12. ഓക്കെ, എല്ലാവരുടെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
9 പ്ലസ് മൈനസ് 3. 9 പ്ലസ് മൈനസ് 3 എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവും പോസിറ്റീവും എന്ന് കൂടെ പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ? നെഗറ്റീവ് തന്നെ സംഭവിക്കുമ്പോൾ 9 മൈനസ് 3 6 ആണ്. മനസ്സിലായോ? ഉത്തരം എഴുതാത്തവരുണ്ട്. എഴുതാത്തവർക്ക് മനസ്സിലായില്ലേ? പോസിറ്റീവും നെഗറ്റീവും കൂടെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവ് തന്നെയാണ്. 9 മൈനസ് 3 6. അടുത്തത് രണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്ത് പറയുന്നത്? എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ കൂട്ടിയിട്ട് വലുതിന്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 12. ഓക്കെ അല്ലേ? നെഗറ്റീവ് 12 മനസ്സിലായോ? രണ്ട് നെഗറ്റീവ് വരുന്നെങ്കിൽ കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം. ഓക്കെ അല്ലേ? ഇവിടെ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമാണ്, ഇവിടെ കൂട്ടിയിട്ട് വലുതിനാണ്. മാറി മാറി പോകരുത്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വരുന്നെങ്കിൽ കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടിയിട്ട് വലുതിന്റെ സിമ്പിൾ. മനസ്സിലായില്ലേ? ഓർത്തിരിക്കണേ. കാരണം ഇപ്പൊ നമ്മൾ മറന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിമ്പിൾ ആണെന്ന് ഓർക്കും, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അറിയാത്തവരാണെന്ന് ഞാൻ എല്ലാവർക്കും അറിയാവുന്നവർക്ക് ചെയ്തു, പക്ഷെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഓക്കെ അല്ലേ? ഫുൾ ആയില്ലേ? ഓക്കെ അല്ലേ? അടുത്ത കേസിലേക്ക് നമുക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞേ. റീമ പറഞ്ഞു. റീമയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തേലും? ഓക്കെയാണ്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് പറഞ്ഞു. അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നോ ആ സംഖ്യയോ ഘടകങ്ങളായിട്ടുള്ള സംഖ്യകൾക്ക് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. വൺ ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള നമ്പേഴ്സിനോട് പറയുന്നവരാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ അല്ലേ? അതാണ് പ്രൈം നമ്പേഴ്സ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു, കോമ്പോസിറ്റ് നമ്പേഴ്സ്. വാട്ട് ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്? The numbers other than prime numbers are called composite numbers except 0. പൂജ്യം അല്ലാത്ത ബാക്കി പ്രൈം നമ്പേഴ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ നമ്പേഴ്സിനും പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? എല്ലാം വൺവേർഡായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ശ്രേണിയിലും കാര്യങ്ങൾക്കെല്ലാം വരുന്നതാണ്. ഒന്നുകൂടെ പറയാം. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒന്നോ ആ സംഖ്യയോ മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സ് പറയുന്നത് പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ പൂജ്യം ഒഴിച്ച് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സിനും വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. പൂജ്യം എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഓർക്കുന്നില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്ന സഹ അഭാജ്യ സംഖ്യകളാണ്. കോപ്രൈംസ് പറയുമ്പോൾ ഒരു പെയർ ഓഫ് നമ്പേഴ്സിനെ സാറാണ്. ഒന്നെങ്കിൽ വൺ പെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രിപ്ലറ്റ് ആയിരിക്കാം, ഒരു ജോഡി ആയിരിക്കാം, അല്ലെങ്കിൽ 3 നമ്പർ കൂടി വരുന്ന നമ്പേഴ്സ്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു നമ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ 5ഉം 3ഉം ഇത് കോപ്രൈംസ് ആണ്. കാരണം ഞാൻ പറയാം, ഇത് പ്രൈം നമ്പേഴ്സും ആണ് കോപ്രൈംസും ആണ്. പ്രൈം നമ്പേഴ്സിന് ഇതായിട്ട് ബന്ധമില്ല. അതാരും മനസ്സിലാക്കണം. പ്രൈം നമ്പേഴ്സ് ഇതായിട്ട് വലിയ ബന്ധമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പ്രൈം നമ്പേഴ്സും ഇതുമായിട്ട് ബന്ധമില്ല. കേൾക്കാവോ പറയുന്ന? പ്രൈം നമ്പേഴ്സും കോപ്രൈംസോട് ബന്ധമില്ല. 3ഉം 5ഉം ഒരു പ്രൈം നമ്പർ ആണ്. 3ഉം 5 ആണ്. 5ഉം 5 ആണ്. പക്ഷേ കേൾക്കത്തില്ല. എന്താ പറഞ്ഞ? ഇവിടെ പറഞ്ഞാണോ? അല്ലെന്ന് തോന്നുന്നു. ഓക്കെ. 3ഉം 5ഉം രണ്ട് കോപ്രൈം നമ്പേഴ്സ് ആണ്. അതിന് റീസൺ ഞാൻ പറയാം. 5നും 3ക്കും ഇടയ്ക്ക് ഒരു കോമൺ ഫാക്ടേഴ്സും ഇല്ല. അതാണ് അതിന്റെ റീസൺ. 3യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ആണ് 3യുടെ ഫാക്ടേഴ്സ്. 5ന്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം ആണ്. ഒറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. 1 മാത്രമാണ് അതിന്റെ ഫാക്ടർ വരുന്നത്. 1 ഒഴിച്ച് ബാക്കി വേറൊരു ഫാക്ടറും വരുന്നില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിന് പറഞ്ഞ പേരാണ് കോപ്രൈം. മനസ്സിലായോ? അങ്ങനെയുള്ള പെയർ ഓഫ് നമ്പേഴ്സിന് പറഞ്ഞാണ് കോപ്രൈം. ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. ഇപ്പം ഞാൻ എടുക്കുവാണ് 2ഉം 10ഉം കോപ്രൈംസ് ആണോ? പ്രൈം നമ്പർ ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. പ്രൈം നമ്പർ എടുത്ത് ബന്ധമില്ല. കോപ്രൈംസ് അല്ല. കാരണം 10ന്റെ ഫാക്ടേഴ്സിന്റെ അകത്ത് 2ഉം വരുന്നുണ്ട്. 10ന്റെ ഫാക്ടേഴ്സിനകത്ത് 2ഉം കയറി വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3ഉം 20 എടുക്കുകയാണോ? വിചാരിച്ചോ 3ഉം 20 എടുക്കുകയാണ്. ഇത് കോപ്രൈംസ് ആണോ?
20ന്റെ ഫാക്ടേഴ്സിനകത്ത് എവിടെയെങ്കിലും 3 കയറി വരുന്നുണ്ടോ, അല്ലെങ്കിൽ 3ന്റെ ഫാക്ടേഴ്സിൽ എവിടെയെങ്കിലും 20 കയറി വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കോപ്രൈംസ് ആണ്. കാരണം 3യുടെ ഫാക്ടേഴ്സ് 1 ഉം 3 ഉം മാത്രമേ ഉള്ളൂ. 20യുടെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. പക്ഷെ അതിന്റെ അത് 3 കയറി വരുന്നില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിന് പറഞ്ഞാണ് കോപ്രൈം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, ഇതിനകത്ത് ഏതാണ് കോപ്രൈംസ് അല്ലാത്ത സംഖ്യ? എ ബി സി ഓപ്ഷൻ എടുത്തോ. എ ബി സി ഡി ഒന്ന് നോക്കിയിടാവോ? ഏതായിരിക്കും കോപ്രൈംസ് നോക്കിയിടാവോ? ഇതിനകത്ത് ഏതായിരിക്കും കോപ്രൈം അല്ലാത്ത സംഖ്യ? ഓക്കെ, വെരി ഗുഡ്. കോപ്രൈംസ് അല്ലാത്ത സംഖ്യ ഏതാണ്? 7 8 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ 7 8 തമ്മിൽ? ഇല്ല. 5 9 തമ്മിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? നോക്കിയിട്ട് പറഞ്ഞേ. ചെയ്യാതിരിക്കരുത്. ഫാക്ടേഴ്സ് ഒന്നും കോമൺ ആയിട്ട് വരാൻ പാടില്ല. ബാക്കിയുള്ളവരോട് പറഞ്ഞേ. ജിഷ, അശ്വതി, അമ്മു, അഞ്ജന, രാഹുൽ എന്ന് പറഞ്ഞേ. പറഞ്ഞേ. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ഓപ്ഷൻ? ഇതിലേതായിരിക്കും റൈറ്റ് ഉത്തരം? ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞേ. ഇതില് കോപ്രൈംസ് എന്ന് വെച്ചാൽ മനസ്സിലായോ? കോപ്രൈംസ് ഒന്നുകൂടെ പറയാം. രണ്ട് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ 2 ഉം 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കോപ്രൈംസ് അല്ല. ഫാക്ടേഴ്സ് കാണാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് പറയുന്നത് കോപ്രൈംസ്. ഉദാഹരണം പറയുന്നത് 3 ക്കും 2 നും തമ്മിൽ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നുമില്ല. കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. വേറെ സംഖ്യ പറയുകയാണെങ്കിൽ 11 ഉം 20 എടുക്കാന്ന് വിചാരിച്ചോ. 11നും 20നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 1 ഒഴിച്ച് എക്സെപ്റ്റ് 1 ഉണ്ട്. 1 എല്ലാത്തിന്റെ ഫാക്ടർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 1 ഉണ്ട്. ഓക്കെ, ഇതിന് 1 11 മാത്രമേ ഉള്ളൂ. ഇത് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്. പക്ഷെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അങ്ങനെയുള്ള സംഖ്യക്കാണ് കോപ്രൈംസ് നമ്മൾ പറയുന്നത്. ഈ കേസിൽ 7 8 തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 5 9 തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 45 49 തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. കാരണം 49 പ്രൈം നമ്പർ ആണ്. പിന്നെ 12 ഉം 9 തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. 3 ഒരു കോമൺ ഫാക്ടർ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ അകത്ത് കോപ്രൈംസ് അല്ലാത്ത സംഖ്യ. ഇങ്ങനെ വരുന്നതാണ് കോപ്രൈംസ്, സഹഅഭാജ്യ സംഖ്യ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യം ഇമ്പോർട്ടന്റ് കാര്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. പക്ഷെ എല്ലാവർക്കും മാറിപ്പോകും. അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളയും. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കേസാണ് ഈ പറയാൻ പോകുന്നത്. മാറിപ്പോകുന്ന കേസാണ്. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ഈ കേസിലേക്ക് പോയാലോ? ഈ കേസിലേക്ക് നമ്മൾ പോവാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് മുഖവില, സ്ഥാനവില, സ്ഥാനം. തിരിച്ചും പറഞ്ഞാൽ കുഴപ്പമില്ല. മുഖവില, സ്ഥാനം, സ്ഥാനവില അങ്ങനെ പറഞ്ഞായിരിക്കും എളുപ്പം. ഓക്കെ, ഇപ്പൊ ഒരു സംഖ്യ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചോ. ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ ആയിക്കോട്ടെ. 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 35 ആയിക്കോട്ടെ, 765 ആയിക്കോട്ടെ. ഏത് സംഖ്യ എടുത്താലും ഒന്നുകൂടെ പറയാം. 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 75 ആയിക്കോട്ടെ, 35 ആയിക്കോട്ടെ. ആ സംഖ്യ അതേപടി പറയുന്നതിന് പറഞ്ഞ പേരാണ് അതിന്റെ മുഖവില എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയും. ഫേസ് വാല്യൂ. മുഖവില എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ അതേപടി 10 എന്ന് പറയുന്ന സംഖ്യനെ 10 തന്നെയായിട്ട് പറഞ്ഞാണ് അതിന്റെ മുഖവില. 135നെ 135 ആയിട്ട് പറഞ്ഞ തന്നെയാണ് അതിന്റെ മുഖവില. ഫേസ് വാല്യൂ എന്ന് പറയും. അതാണ് ഫേസ് വാല്യൂ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഒരു സംഖ്യനെ അതേ രീതിയിൽ അതിന്റെ ഫുള്ള് വിലയായിട്ട് പറഞ്ഞ മുഖവില എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1000. 1000ത്തിന്റെ മുഖവില എന്ന് പറയുന്നത് 1000 തന്നെയാണ്. 35ന്റെ മുഖവില 35 തന്നെയാണ്. ഓക്കെ അല്ലേ? മുഖവില എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന സ്ഥാനവിലയാണ്. സ്ഥാനവില, പ്ലേസ് വാല്യൂ. ഈ പ്ലേസ് വാല്യൂ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുക, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് സ്ഥാനവില. ഉദാഹരണം പറയണ 1 2 3 4 5 6 അങ്ങനെ വേണേ പൊക്കോണ്ടിരിക്കാം. നമ്മൾ തുടങ്ങുമ്പോൾ സ്ഥാനവില തുടങ്ങുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? എന്റെ റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പറഞ്ഞത്. ഇതെത്രയായിരിക്കും? ഒറ്റ അല്ലെങ്കിൽ വൺസ് പ്ലേസ് നമ്മൾ പറയും. ഒറ്റ എന്ന് പറയാം അല്ലേ? എത്രയായിരിക്കും? 10th പ്ലേസ് ആയിരിക്കും, അല്ലെങ്കിൽ 10 ആയിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോ ഏതായിരിക്കും? 100 ആയിരിക്കും, 1000, 10000,
1 ലക്ഷം 10 ലക്ഷം പറഞ്ഞ കേൾക്കാവോ 1000 10,000 10 ലക്ഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ. 1 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ കേൾക്കാവോ? ഹലോ കേൾക്കാവോ? പറയുന്നത് കേൾക്കാവോ? ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു സംഖ്യനെ നമ്മള് പട്ടിയിറങ്ങിയ സൗണ്ട് കാണുമായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു സംഖ്യനെ നമ്മള് സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച 1, 10, 100, 1000 അങ്ങനെയുള്ള ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ 10 ആയിരിക്കും, 100 ആയിരിക്കും, 1000 ആയിരിക്കും, 10,000 ആയിരിക്കും, 1 ലക്ഷം ആയിരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് അതിന്റെ സ്ഥാനം, പ്ലേസ് വാല്യൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്ത കേസിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? സ്ഥാന വില അടുത്ത ഫേസ് വാല്യൂ ആണ്. സോറി, പ്ലേസ് വാല്യൂ ആണ് സ്ഥാന വില. പ്ലേസ് മാത്രമായിരുന്നു, സ്ഥാനമായിരുന്നു. ഇത് സ്ഥാന വിലയാണ്. സ്ഥാനവില മനസ്സിലായോ? സ്ഥാനവില എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് 4ന്റെ സ്ഥാനവില എത്ര. 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ്? 1, 10, 100. 100ന്റെ പ്ലേസിലാണ് അത് കിടക്കുന്നത്. സ്ഥാനവില എന്ന് പറയുന്നത് 4 ഇൻറ്റു അതിന്റെ മുഖവിലയുടെ കൂടെ എന്ത് ചെയ്താൽ മതി? ആ സ്ഥാനോടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ 400ന്റെ സ്ഥാനവില, 4ന്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 400 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ഥാനവില എന്ന് പറയുന്നത് സ്ഥാനവിലയായിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ. സ്ഥാനവിലയല്ല, സ്ഥാനവിലയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദിക്കാം. ഒന്നുകൂടെ പറയാം, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറയാം. 2, 4, 2, 3, 4, 5, 6. ഇതിന്റെ 3ന്റെ സ്ഥാനവില എത്രയാണ്? 3ന്റെ സ്ഥാനവില എത്രയാണ്? 3ന്റെ സ്ഥാനവില സ്ഥാനവില 3000. 3000. 3 ഇൻറ്റു 1000 ആണ്. 1, 10, 100, 1000. 3 ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു 3000 ആണ് ഇതിന്റെ സ്ഥാനവില. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവോ? 25074. ഇതിന്റെ 7ന്റെ സ്ഥാനവില എത്രയാണ്? എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടാൽ മതി. 7ന്റെ സ്ഥാനവില. ഒരു സെക്കൻഡ്. ഓക്കെ, എത്രയാണ്? വെരി ഗുഡ്. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി. 1, 10. 10ന്റെ സ്ഥാനത്താണ് 7 കിടക്കുന്നത്. 10ന്റെ സ്ഥാനത്താണ് 7 കിടക്കുന്നത്. അപ്പൊ 7 ഇൻറ്റു 10 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? സ്ഥാനവില എത്ര കിട്ടും? 70 സ്ഥാനവില കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 25392 5ന്റെ സ്ഥാനവില എത്ര? 25392 5ന്റെ സ്ഥാനവില എത്ര? 5ന്റെ സ്ഥാനവില എത്ര? വെരി ഗുഡ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? 5ന്റെ സ്ഥാനം 1, 10, 100, 1000. 5000 സ്ഥാനവില 5000. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എന്നിട്ട് ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. നോക്കിയേ. 229331 എന്ന സംഖ്യയിൽ 9ന്റെ സ്ഥാനവിലയും യഥാർത്ഥ വില എന്ന് മീൻ ചെയ്ത യഥാർത്ഥ വില എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അറിയാമോ? യഥാർത്ഥ വില എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മുഖവിലയാണ്. സോറി, എന്നോട് പറയാം. യഥാർത്ഥ വില എന്ന് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 2, 1, 6 എന്നുള്ള സംഖ്യ വിചാരിച്ചോ. 2, 2, 2, 3. 2, 3, 1, 6 സംഖ്യയിൽ 3ന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. 3ന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഉത്തരം കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോ. 229331 9ന്റെ സ്ഥാനവിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള സംഖ്യ. അപ്പൊ അത് നമുക്ക് 9ന്റെ സ്ഥാനവില നോക്കാം. 9ന്റെ സ്ഥാനവില എത്രയാണ്? 1, 10, 100, 1000. എത്രയാണ്? 9000. 9 ഇൻറ്റു 1000. ഓക്കെ, 9 ഇൻറ്റു 1000 അല്ലേ? 9000 മൈനസ് യഥാർത്ഥ വില. യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 9ന്റെ വില എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്.
അപ്പം 9000 മൈനസ് 9, 9000 മൈനസ് 9 ചെയ്യുമ്പോൾ കിട്ടും 9000 മൈനസ് 9 ചെയ്യുമ്പോൾ കിട്ടും 8 9 9 ഒന്നല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈ യഥാർത്ഥ വില എന്താണെന്ന് കൺഫ്യൂഷൻ വരും, സ്ഥാനവില എന്താണെന്ന് കൺഫ്യൂഷൻ വരും, മാറി മാറി പോവും. ഓപ്ഷൻ കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. 9ന്റെ സ്ഥാനവില, 9ന്റെ സ്ഥാനം ഇവിടെ 1000 ആണ്, 1000ത്തിന്റെ സ്ഥാനമാണ്. 9ന്റെ സ്ഥാനവില എന്ന് പറയുന്നത്, 9ന്റെ സ്ഥാനം എന്ന് പറയുന്നത് 1000 ആണ്. 9ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 9 ഇൻറ്റു 9 ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു 9000 ആണ് സ്ഥാനവില. 9ന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 9 ആണ്. 9000 മൈനസ് 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8991, 8991. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെസിമൽ അല്ലെങ്കിൽ പോയിന്റ് ഇട്ട സംഖ്യ വന്നത് 1 2 3.567 ആണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സംഖ്യയുടെ രണ്ട് പാർട്ട് ആവുകയാണ്. ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സംഖ്യയും ഡെസിമലിന് മുന്നേ ഉള്ള സംഖ്യ രണ്ട് പാർട്ട് ആവുകയാണ്. മനസ്സിലായോ? രണ്ട് പാർട്ട് ആവുകയാണ്. ഇവിടെ നമ്മൾ സാധാരണ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് വരുമ്പം ഇത് 1 പ്ലേസ് ആണ്, ഇത് 10 പ്ലേസ് ആണ്, ഇത് 100 പ്ലേസ് ആണ്. അതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ മുമ്പേ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഡെസിമൽ വരുമ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത്. 5 എന്ന് പറയുന്നത് 1/10th പ്ലേസ് ആയിരിക്കും. 1/10. 6 എന്ന് പറയുമ്പോൾ 10ൽ ഒന്നാമത്തെ പ്ലേസ് ആയിരിക്കും. 6 എന്ന് പറയുമ്പോൾ 100ൽ ഒന്നായിരിക്കും. 7 എന്ന് പറയുമ്പോൾ 1000ൽ ഒന്നായിരിക്കും. 8 എന്ന് പറയുമ്പോൾ 10000ൽ ഒന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഡെസിമൽ ഇട്ട് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് പോയിന്റ് ഇട്ട് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കുള്ളതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 100 10 100 1000 വരെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പോയിന്റിന് ശേഷം നമ്മൾ വലത്തോട്ട് നോക്കുമ്പോൾ അത് ഇടത്തു നിന്ന് വലത്തേക്കാണ് പോകുന്നത്. ആദ്യത്തെ നമ്പർ 10ൽ ഒന്നായിരിക്കും, രണ്ടാമത്തെ നമ്പർ 100ൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ 1/100 ആയിരിക്കും, മൂന്നാമത്തെ നമ്പർ 1000ൽ ഒന്ന് അല്ലെങ്കിൽ 1/1000 ആയിരിക്കും, നാലാമത്തെ നമ്പർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇതിന്റെ പ്ലേസ് വാല്യൂ അല്ല, ഇതിന്റെ പ്ലേസ് ആണ്. അങ്ങനെയാണെങ്കിൽ 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? ഈ കേസിൽ 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? ഈ കേസിൽ 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? 5ന്റെ പ്ലേസ് വാല്യൂ 5/10 ആയിരിക്കും. 5/10. 1ന്റെ പ്ലേസിൽ 5/10. വെരി ഗുഡ്. 8ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? 8ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? 8/10,000. ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 ഇട്ടിട്ട് 4 സ്ഥാനം മാറ്റി കൊടുത്താ പോരെ? കറക്റ്റ് പറയണം, ഇങ്ങനെ പറയണം. ഓക്കെ അല്ലേ? 6ന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 6ന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 6/100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.06. ഓക്കെ അല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി? സ്ഥാനവില, പ്ലേസ് വാല്യൂ, സ്ഥാനമാണ് ഇവിടെ ചോദിക്കുന്നത്, സ്ഥാനവിലയല്ല. സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്, സ്ഥാനവിലയല്ല. മാറിപ്പോകരുത്. സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്, സ്ഥാനവിലയല്ല. സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്, സ്ഥാനവിലയല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ജിഷ മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ളവരോട് ചെയ്ത പെട്ടെന്ന് ഇതേ മനസ്സിലാവുന്നില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടാൽ മതി. മനസ്സിലാവുന്നില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞു എന്നെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാലും മതി. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ പറഞ്ഞു 45 എന്ന് പറയുന്ന സംഖ്യയുടെ വെരി ഗുഡ് അശ്വതി, വെരി ഗുഡ്. 45 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 45.6732 നമ്മൾ പറയുമോ? ഇല്ല. പോയിന്റ് പറഞ്ഞ നമ്പർ നമ്മളിങ്ങനെ പെറുക്കിയേ പറയുള്ളൂ. 45.6732 അല്ലെങ്കിൽ 45.6732, 45.6732 അങ്ങനെ പറയുള്ളൂ. 47.6732 നമ്മൾ പറയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോയിന്റ് ഇട്ട് വരുന്ന സംഖ്യ നമ്മൾ വലത്തോട്ടാണ് നോക്കേണ്ടത്, ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ നോക്കാവുള്ളൂ. ഇവിടെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ 1/10 ആണ്. സോറി 1/10 ആണ്. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ 1/100 ആണ്. തേർഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ 1/1000 ആണ്.
ഫോർത്ത് പ്ലേസ് എന്ന് പറയുമ്പോൾ 1/10,000 ആണ്. സ്ഥാനത്തിന്റെ വിലയാണ്. സ്ഥാനത്തിന്റെ വിലയാണ് ഈ പറയുന്നത്. സ്ഥാനത്തിന്റെ വില. സ്ഥാനം എത്ര? സ്ഥാനമില്ല. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നേരെ ഇതിന്റെ സംഖ്യ കൂടെ ഇട്ട് കൊടുക്കണം. ഇവന്റെ കേസിൽ 2/10,000 ആയിരിക്കും. ഇതിന്റെ കേസിൽ 3/1000 ആയിരിക്കും. ഇതിന്റെ കേസിൽ 7/100 ആയിരിക്കും. 7/100 ആയിരിക്കും. ഇതിന്റെ കേസിൽ 6/10 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്തെന്നാ 214.532 എന്നതിൽ 3ന്റെ സ്ഥാനത്ത് ഫലോ ചെയ്താൽ മതി. സമയമുണ്ട്. വെരി ഗുഡ്. ചെയ്തോ? 1/10 എത്രയാണ്? ചെയ്തു നോക്കിയേ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ എത്രയാണ്? ചെയ്തേ. ആൻസർ എന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. എത്രാമത്തെ സ്ഥാനമാണ്? ഇത് 1/10 ആണ്. ഇത് 1/100 ആണ്. അപ്പൊ 3 കിടക്കുന്ന എവിടെയാണ്? 1/100ലാണ്. നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? ഡി ആണ്. ഓപ്ഷൻ എത്രയാണ്? ഡി ആണ്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്ന് എടുത്തിട്ടെന്നുള്ളൂ, കണ്ടപ്പോ എടുത്തിട്ടെന്നുള്ളൂ. നമ്മൾ പറയാത്തൊരു കുറെ കാര്യം പറഞ്ഞു പോയായിരുന്നു. അത് പറയാത്തൊരു കേസിന്റെ തൊണ്ട്, അതുകൊണ്ട് കൂടെ പറയാൻ വേണ്ടിയാണ്. PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 0 എന്ന സംഖ്യയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ, 0ത്തിന് സങ്കലന വിപരീതം ഇല്ല, നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത സംഖ്യ, ദശാംശ സംഖ്യ സമ്പ്രദായത്തിലെ 10ാമത്തെ അക്കമാണ്. ഇതിലേതാണ് സംഖ്യയുടെ സവിശേഷത ഉൾപ്പെടാത്തത്? ഉൾപ്പെടാത്തതെന്ന് പറയാവോ? ഉൾപ്പെടാത്തതെന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് എല്ലാവരും ആലോചിച്ചേ. നമുക്ക് നോക്കാം, പറയാം. ബാക്കിയുള്ള എല്ലാവരും ആലോചിച്ച്, പെട്ടെന്ന് ആലോചിച്ച്. എല്ലാവരും ആലോചിച്ച് അവരുടെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബി ആണോ? ഓക്കെ, വെരി ഗുഡ്. ആയ 7നെ ജസ്റ്റ് സി ആണോ? ബി ആണോ? ഉറപ്പിച്ചേ. 4 തെറ്റരുത് മക്കളെ, തെറ്റരുത്. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കേട്ടോ. ഒരു സെക്കൻഡ്, ഒന്നും ഏറ്റവും പ്രശ്നമുണ്ട്. ഒരു സെക്കൻഡ്. അല്ലെ? എണ്ണൽ സംഖ്യകളുടെ തുക തെറ്റരുത്. ആയ 7നെ ജസ്റ്റ് കുറച്ചെടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 6990. തെറ്റിപ്പോകരുത്. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സ്ഥാനവില, മുഖവില അല്ലെ, അതുപോലെ സ്ഥാനം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ അവസാനം ചർച്ച ചെയ്തത്. ഇത് തീർന്നിട്ടില്ല. ഇതിപ്പോ നമ്മള് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൂർണ്ണസംഖ്യകളിൽ എങ്ങനെയാണ് സ്ഥാനം എന്നാണ് പറഞ്ഞത്.
എന്നാൽ ഇത് തന്നെ ദശാംശ ഉത്തരം കിട്ടിയോ? സംഖ്യകളിൽ എങ്ങനെ ആലോചിച്ചോ? സ്ഥാനം എല്ലാവരും വരും, ആലോചിച്ചോ? സ്ഥാനവില വരും, അത്തരം ചോദ്യങ്ങൾ കൂടി നമ്മുടെ പരീക്ഷകളിൽ വന്ന് ആലോചിച്ചോ? കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദശാംശ സംഖ്യകളുടെ സ്ഥാനവും സ്ഥാനവിലയും ഗുണന അത് വിപരീതം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താണ്? കാര്യമായി തന്നെ ഗുണന വിപരീതം എന്ന് പഠിക്കേണ്ടതുണ്ട്. വെച്ചാൽ അപ്പൊ എന്താണ്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അവിടെ പറഞ്ഞ കൺസെപ്റ്റും കൃത്യമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് വെച്ചോ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വീണ്ടും കാണാം. കേട്ടില്ല? താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഈ കേസിൽ നമ്മുടെ ചോദ്യം ഇതാണ്, സീറോ എന്ന സംഖ്യയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണോ? നമുക്കിങ്ങനെ ഓക്കെ വരും, നമുക്കിങ്ങനെ എലിമിനേറ്റ് ചെയ്ത് വിടാം. അറിയാവുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോകാം, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അവിടെ വെക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് നമുക്കൊരു ഓപ്ഷനിൽ ഒന്ന് രണ്ട് ഓപ്ഷനിൽ എത്താൻ പറ്റുമല്ലോ. എന്താണ് അഖണ്ഡ സംഖ്യകൾ? അഖണ്ഡ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റീജേഴ്സ്. എന്താണ് ഇന്റീജേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 0, 1, 2, 3 എക്സെട്രാ പോകുന്ന നമ്പേഴ്സ് ആണ് അഖണ്ഡ സംഖ്യ അല്ലെ? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 അല്ലേ? ഈ ഉത്തരം ശരിയാണോ? ശരിയാണോ? ശരിയാണ്. ഇത് കറക്റ്റ് ആണ്. ഇനി അടുത്ത സങ്കലന വിപരീതം. സങ്കലന വിപരീതം വെച്ചാൽ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ കേസാണ് റെസിപ്രോക്കൽ വരുന്നത്. സങ്കലന വിപരീതമാണ്. സങ്കലന വിപരീതം എന്ന് വെച്ചാൽ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഞാൻ പറയാം. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ a പ്ലസ് മൈനസ് a = 0 കിട്ടുന്ന നമ്പേഴ്സ് ആണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 7 എന്ന് പറയുന്ന സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ -7 ആണ്. 7 എന്ന് പറയുന്ന സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സങ്കലന വിപരീതം എന്ന് വെച്ചാൽ -7 ആണ്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. -8 എന്ന് പറയുന്ന സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് വെച്ചാൽ +8 ആണ്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണം. മനസ്സിലായോ? അതാണ് സങ്കലന വിപരീതം. ഓക്കെ ആണോ? സങ്കലന വിപരീതം ഓക്കെ ആണോ? സങ്കലന വിപരീതം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ അല്ല. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഒരു സംഖ്യയുടെ നേരെ നെഗറ്റീവ് എടുത്താൽ മതി. അങ്ങനെ ഓർത്താൽ മതി. പോസിറ്റീവ് ആണ് നെഗറ്റീവ് എടുക്കുക, നെഗറ്റീവ് ആണ് പോസിറ്റീവ് എടുക്കുക. അതിന് പറഞ്ഞ പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നേരെ തിരിച്ചു. ഗുണന വിപരീതം. ഗുണന വിപരീതമാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഗുണന വിപരീതം എന്ന് വെച്ചാൽ ജിഷ പറഞ്ഞ പോലെ തന്നെ റെസിപ്രോക്കൽ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 എന്ന് പറഞ്ഞൊരു സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ഉത്തരം കിട്ടും, ഐഡന്റിറ്റി ഉത്തരം കിട്ടും. അതിന്റെ ഉത്തരം 5ന്റെ റെസിപ്രോക്കൽ വെച്ച് ഗുണിക്കുക എന്നുള്ള ഉത്തരവേ ഉള്ളൂ. 5ന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താണ്? 5ന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/5 ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/5 എന്ന് പറഞ്ഞായിരുന്നു. അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നത്. സങ്കലന വിപരീതം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നേരെ നെഗറ്റീവ് എടുത്താൽ മതി. പോസിറ്റീവ് നമ്പറാണ് നെഗറ്റീവ് എടുക്കാം, നെഗറ്റീവ് നമ്പറാണ് പോസിറ്റീവ് എടുക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ കേസ് നോക്കിയേ. 0യ്ക്ക് സങ്കലന വിപരീതം ഇല്ല. ശരിയാണോ തെറ്റാണോ? -0 +0 എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞത് -0 എന്ന് പറയുന്ന സംഖ്യയില്ല, +0 എന്ന് പറയുന്ന സംഖ്യയില്ല. അങ്ങനെ എന്തൊരു സംഖ്യ ഉണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. 0യ്ക്ക് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 0യ്ക്ക് സങ്കലന വിപരീതം ഇല്ല. ശരിയാണ്. താഴെ അതിന്റെ കറക്റ്റ് അടുത്ത കാര്യം പറഞ്ഞേക്കുന്ന പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ് 0. ഇതും ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ഉത്തരം പിന്നെ ഏതോ ഉള്ളതാ? ഇത് എഴുതുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഓപ്ഷൻ ഇങ്ങനെയാണ്. A, ആദ്യം A എന്ന് വരും, രണ്ടാമത് D എന്ന് വരും, മൂന്നാമത് പറയും A and D എന്ന് പറയും, നാലാമത് പറയും ഇവയൊന്നുമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ നാലാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇവയൊന്നുമല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ നമുക്ക് ഓപ്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, D എന്നങ്ങ് എടുത്തായിരുന്നു. കാരണം ബാക്കി 3 കാര്യം നമുക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നാലാമത്തെ കാര്യം നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ D കുത്തായിരുന്നു, ഒന്നാമത് ഈ ഓപ്ഷൻ എടുക്കായിരുന്നു. അതേസമയം ഇങ്ങനെ വന്നാൽ ഇവയൊന്നുമല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പില്ല, കുത്താൻ പറ്റത്തില്ല, നെഗറ്റീവ് മാറും, തെറ്റിപ്പോയി നെഗറ്റീവ് ആവും. ഇങ്ങനെ വരുന്ന കേസില് ദശാംശ സംഖ്യ സമ്പ്രദായത്തിലെ 10ാമത്തെ അക്കം അല്ല 0. ദശാംശ സംഖ്യാ ശ്രേണിയിൽ നമ്മൾ പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യയും അതിന്റെ കൂടെ 0 എന്നാ പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ 1 മുതൽ 9 സംഖ്യയും 0 കൂടെ കൂടുന്നതാണ് സംഖ്യാ സമ്പ്രദായം എന്നാ പറയുന്നത്. മനസ്സിലായോ? ഉത്തരം D ആണ്. 0 എന്ന സംഖ്യയുടെ സവിശേഷത ഉൾപ്പെടാത്ത സംഖ്യ.
1 മുതൽ 9 വരെയും കൂടാതെ 0 കൂടെ കൂടുന്ന സംഖ്യകളാണ് ദശാംശ സംഖ്യാ സമ്പ്രദായത്തിലെ സംഖ്യകൾ എന്ന് പറയുന്നത്. 10ാമത്തെ സംഖ്യ സീറോയ്ക്ക് ഒരു ഓർഡർ ഇല്ല. ഞാൻ ഓർഡർ സ്പെസിഫൈ ആയിട്ടൊന്നും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവോ? 1 ലക്ഷത്തിൽ എത്ര ആയിരമുണ്ട്? 1 ലക്ഷത്തിൽ എത്ര ആയിരമുണ്ട്? നോക്കി ചെക്ക് ചെയ്യാം. പെട്ടെന്ന് ചെയ്യണേ, പെട്ടെന്ന് ഉത്തരം ചെയ്യണം. 1 ലക്ഷത്തിൽ എത്ര ആയിരങ്ങളുണ്ട്? പെട്ടെന്ന് പറയാവോ? 1 ലക്ഷം എഴുതി നോക്കിയാൽ മതി. 10, 100, 1000, 10000, ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ട്? 1 ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ട്? ഉത്തരം പറഞ്ഞ പെട്ടെന്ന്. ഓക്കെ, വെരി ഗുഡ്. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചോദിക്കുന്ന 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ പൂജ്യം വെട്ടിക്കളാന്ന് പറഞ്ഞു, ഈ പൂജ്യം വെട്ടിക്കളാന്ന് പറഞ്ഞു, ഈ പൂജ്യം വെട്ടിക്കളാന്ന് പറഞ്ഞു. 1 ലക്ഷത്തിൽ എത്ര ആയിരങ്ങളുണ്ട്? 10ആണോ? 10അല്ല, 100 ആയിരങ്ങളുണ്ട്. 100 ആയിരങ്ങളുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ വരുമ്പം വെറുതെ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. 12 ഇൻറ്റു 175 എത്ര ആയിരങ്ങളുണ്ട്? 12 ഇൻറ്റു 175 എത്ര ആയിരങ്ങളുണ്ട്? സെക്കൻഡ് നമുക്ക് ഗുണിക്കാതെ വേറെ വഴിയില്ല. ഗുണിച്ചു നോക്കുക. 12 ഇൻറ്റു 175 ഗുണിച്ചു നോക്കി എത്ര കിട്ടും? 12 ഇൻറ്റു 175. പെട്ടെന്ന് ഉത്തരം പോരട്ടെ. 12 ഇൻറ്റു 175. 10 ഇൻറ്റു 175 എത്ര കിട്ടും? 1750. 2 ഇൻറ്റു 175 എന്ന് പറയുമ്പോൾ എത്രയാണ്? 300, 350 എന്ന് വരും. എത്ര കിട്ടും? 0, 0, ശിഷ്ടം 1, 0, 2. തെറ്റിപ്പോയോ? എവിടെയോ ഒന്നുകൂടെ ഉണ്ടല്ലേ? റിമൈൻഡർ ഒന്നും വന്നില്ലേ? 12 വേണം നമുക്ക് 10 പ്ലസ് 2 എന്ന് എഴുതാം. 10 ഇൻറ്റു 175 1750. 2 ഇൻറ്റു 175 എന്ന് പറയുമ്പോൾ 350 ആണ്. ഇതിനോട് കൂട്ടിയാൽ മതി. 0, 0, 0, റിമൈൻഡർ 1, 3 പ്ലസ് 10, 11, റിമൈൻഡർ 1. ഇങ്ങനെ ചെയ്യുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഉത്തരം നമുക്ക് എത്ര കിട്ടും? 2100. 2200 എത്ര ആയിരങ്ങളുണ്ട്? സ്ഥാനം നോക്കിയാൽ മതി. 10, 100, 1000. എത്ര ആയിരങ്ങളുണ്ട്? 2 ആയിരങ്ങളുള്ളൂ. ഉത്തരം ഓപ്ഷൻ എത്രയാ? 2. ഓക്കെ അല്ലേ? കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയില്ലേ? 1-2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. കിട്ടിയില്ലേ? അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ചെയ്തോ. 6 ഒന്നുകൾ, 2 2/10കൾ, 2 1/10കൾ, 3 1/100കൾ ചേർന്നാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? 6 ഒന്നുകൾ. 6 ഒന്നുകൾ എന്ന് പറയുമ്പോൾ എവിടെ വരും? 6 ഒന്നുകൾ എന്ന് പറയുമ്പോൾ എവിടെ വരും? 6 ഒന്നുകൾ എന്ന് പറയുമ്പോൾ എവിടെ വരും? 6.23. വെരി ഗുഡ്. 6.23. 6 ഒന്നുകളല്ലേ? 1 സ്പേസിൽ 6 കിടക്കുന്ന 6 ഒന്നുകൾ. 1/10 കേസിൽ എവിടെ കിടക്കുന്ന? 2 എന്നല്ല പറഞ്ഞേക്കുന്നത്. 2 1/10കൾ, 3 1/100കൾ. ഓക്കെ അല്ലേ? ഉത്തരം കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? സ്പീഡ് കൂടുതലാണല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. തന്നെ ചെയ്തോ. ആലോചിച്ചിട്ട് ചെയ്യണേ. ഓപ്ഷൻ ടൈപ്പ് ചെയ്താൽ മതി, പറയണ്ട. ഓപ്ഷൻ ടൈപ്പ് ചെയ്താൽ മതി, പറയണ്ട. എ, ബി, സി, ഡി. ചേട്ടൻ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് എല്ലാവരും എന്നാ ഓപ്ഷൻ ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, കിട്ടിയവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മറന്നു. ഈ 1/10 ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. 100% കൺഫ്യൂഷൻ ആവും. ഓക്കെ. 3 ഒന്നുകൾ, സംശയമില്ല. 3 ഒന്നുകൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, കാരണം 3 കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ആണ്. 2 1/10കൾ നേരെ എടുക്കുക. കാരണം ഇത് 1/10 പ്ലേസ് ആണ്. പിന്നെ വരുന്ന അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ 1/100 ആണ്. 1/100 പ്ലേസിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഒന്നും പറഞ്ഞിട്ടില്ലേ? 0 ഇടുക. പിന്നെ പോയിട്ട് 1/1000 പ്ലേസ് ആണ്. 1/1000 പ്ലേസ് എന്ത് ഇട്ടാൽ മതി? 3 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 3.203. 3 പോയിന്റ്. ഇവിടെ 1/100നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കത് വേക്കന്റ് ആയിട്ട് 3.23 എഴുതാൻ പറ്റത്തില്ല. അത് തെറ്റിപ്പോവും. എങ്ങനെ എഴുതിയാൽ തെറ്റിപ്പോവും? ഈ ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ തെറ്റിപ്പോവും. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ് നമ്മുടെ ഓപ്ഷൻ.
ഓക്കെ അല്ലേ? അടുത്ത കേസ് ചെയ്തേ. 3 ഒന്നുകൾ 2 1/3 3 1/3 എളുപ്പമാണ്. സെയിം ക്വസ്റ്റൻ ആണോ? സെയിം ക്വസ്റ്റൻ അല്ലേ? ഓക്കെ, സെയിം ക്വസ്റ്റൻ ആണ്. മിസ്റ്റേക്ക് വന്ന ഇവിടെ, അപ്പൊ അത് നോക്കണ്ട. ഓക്കെ അല്ലേ? ഇന്ന് പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എക്സാം പോയിന്റ് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ പറഞ്ഞ സീറോയുടെ കേസ് ഒക്കെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ കേസിൽ നമുക്ക് സ്ഥാനവില അറിയണം, യഥാർത്ഥ വില അറിയണം, ഫേസ് 3 വാല്യൂസും അറിയണം. പിന്നെ പോയിട്ട് ഈ കേസിൽ അഖണ്ഡസംഖ്യ എന്താണെന്ന് അറിയണം, സങ്കലന വിപരീതം എന്താണെന്ന് അറിയണം, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ അറിയണം. പിന്നെ ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഇതുപോലത്തെ ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ വരുന്നത് കേട്ടോ. എല്ലാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ്. നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. മാത്സ് ആണെങ്കിൽ പോലും 20 മാർക്കിനാണെങ്കിൽ ഒരു 18 മാർക്ക് അല്ലെങ്കിൽ ഒരു 17 മാർക്കാണ് പ്രോബ്ലം വൈസ് ചോദിക്കുള്ളൂ. ബാക്കി ഒരു 3 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 1 വേർഡ് മോഡൽ ക്വസ്റ്റൻ ആയിരിക്കും. 3 മാർക്ക് അല്ലെങ്കിൽ 3-4 പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും. 10% അല്ലെങ്കിൽ 20% ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാ വരുന്നത്. ഇപ്പൊ 3-4 മാർക്ക് ചിലപ്പം ഈ ഒരു മോഡൽ വരും, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. കണക്ക് ചെയ്യാനല്ലായിരിക്കും. നമ്മുടെ മാത്സിലെ GK അനുസരിച്ചുള്ള കേസ് ആയിരിക്കും. മാത്സിലെ നമ്മുടെ നോളജ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? പണ്ടെല്ലാം നേരെ പോയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഈ ഒരു ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഇവയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അല്ലെങ്കിൽ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് 4ാമത്തെ ഓപ്ഷനിലേക്ക് എത്തായിരുന്നു. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ ബേസസ് ചെയ്ത് ഒരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യനെയർ നാളെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യണേ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഒരു ഗൂഗിൾ ഫോമിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അതൊന്ന് ഗ്രൂപ്പിൽ ഇടും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പെർസെന്റേജ് ആണ് നമ്മൾ അടുത്ത കേസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആ ടേബിൾ ഒരു സംശയം പറഞ്ഞുതരാമോ? ചോദിച്ചോ, പറഞ്ഞു. എന്നെ കോഫാക്ടേഴ്സ് അങ്ങനെ എന്തോ ഓർമ്മ പറഞ്ഞില്ല, അതെനിക്ക് കിട്ടിയില്ല. കോപ്രൈംസ് അല്ലേ പറഞ്ഞ? അതന്നെ കോപ്രൈംസ് എന്ന് വെച്ചാല് 2 പെയർ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. സോറി, 1 പെയർ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ഒരു പെയർ ആയിരിക്കും. 1 പെയർ ഓഫ് നമ്പർ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 3 2 3 ഒരു 1 പെയർ ഓഫ് നമ്പർ അല്ലേ? 1 പെയർ ഓഫ് നമ്പറിൽ ഈ 2 നമ്പറിന്റെ റിലേഷൻ മാത്രം നോക്കിയാൽ മതി. ഈ 2 നമ്പേഴ്സിന്റെ റിലേഷൻ ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഈ 2 നമ്പേഴ്സിന് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. 2നെയും 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഇവിടെ ഉണ്ടോ കോമൺ ആയിട്ട്? ഒന്നുണ്ട്, ഒന്ന് അവിടെ നിൽക്കട്ടെ. ഒന്നല്ലാതെ വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ? 2നെയും 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ വേറെ ഒരു നമ്പറും ഇല്ല. പ്രൈം നമ്പേഴ്സ്, 2ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് കോപ്രൈംസ് ആണ്. 2ഉം പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് കോപ്രൈംസ് ആണ്. വേറെ നമ്പർ ഞാൻ പറയാം. 11ഉം 20ഉം 2 കോപ്രൈം നമ്പേഴ്സ് ആണ്. ഈ 2 നമ്പർ തമ്മിലുള്ള ബന്ധമാണ്. ഈ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഈ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 2നെയും 11നെയും 20നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിന്, ആ പെയർ ഓഫ് നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്രൈംസ്. ഒന്നുകൂടെ പറയാം. വേറെ ഉദാഹരണം, നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മുടെ കേസ് നമ്മൾ പറഞ്ഞാണെങ്കിൽ ഓക്കെ, ഈ നമ്പർ എടുത്തു. ഇതില് 7ഉം 8ഉം 7 ഒരു പ്രൈം നമ്പർ ആണ്. 8 ഒരു പ്രൈം നമ്പർ അല്ല. അന്ന് വെച്ചത് കോപ്രൈംസ് ആകണമെന്നില്ല, ആകാതിരിക്കണമെന്നില്ല. നമ്മൾ നോക്കേണ്ടത് ഇതിന് ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ്. 7ഉം 8നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ? ഒന്നവിടെ നോക്കല്ല, ഒന്നൊഴിച്ച് ബാക്കി ഏത് നമ്പർ വേണം നോക്കാം. ഉണ്ടോ? 7ഉം 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ വേറെ നമ്പർ ഇല്ല, കോമൺ ആയിട്ട് നമ്പർ ഇല്ല. 5നെ 9നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 5നെ 9നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? ഇല്ല. 45നെ 49നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഒന്ന് നോക്കേണ്ട വരുമായിരിക്കും അല്ലെ? 49 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറാണ്, പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 45ന്റെ ഫാക്ടേഴ്സ് കുറെ ഉണ്ട്, പക്ഷെ 45നും 49നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. 12 9 നോക്കിയേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ആണ് ഇതിന്റെ കോമൺ ഫാക്ടർ. അപ്പൊ ഇത് കോപ്രൈംസ് ആണോ? കോപ്രൈംസ് അല്ല. അതിന്റെ ഉത്തരം നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിലെ കോപ്രൈംസ് അല്ലാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ അല്ലേ? കോപ്രൈംസിന്റെ മലയാളം സഹ അഭാജ്യ സംഖ്യ. സഹ അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ നമ്മൾ പറഞ്ഞിരുന്നില്ല, പ്രൈം നമ്പേഴ്സ് ആണ്. കോ സഹ അഭാജ്യ സംഖ്യ. ക്ലിയർ അല്ലേ? എങ്ങനെ നമുക്ക് ഇന്നത്തെ കാര്യം നിർത്തിയാലോ?
അടുത്ത ദിവസം നമുക്ക് ഒരു 25 മാർക്കിന്റെ എക്സാം ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും വരും. നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി റൂൾസ് അറിയാവോ? ഡിവിസിബിലിറ്റി റൂൾസ് ഞാൻ എടുക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഡിവിസിബിലിറ്റി റൂൾസ് അറിയാവോ? ഹരിക്കുന്നതിന്റെ റൂൾസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 3, 0 എന്ന് പറയുന്ന സംഖ്യനെ ഒറ്റയടിക്ക് 3 കൊണ്ട് ഹരിക്കാൻ ചെക്ക് ചെയ്യാൻ അറിയാവോ? അല്ലെങ്കിൽ 7 കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ? നമുക്ക് ചെക്ക് ചെയ്ത് പറയാൻ അറിയാവോ? ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡിവിസിബിലിറ്റി റൂൾസ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞുവിടാം. ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ.